സാർ നമസ്കാരം സാർ. നമസ്കാരം. സാർ, ഇപ്പോ മധുരയില് CPM-ന്റെ പാർട്ടി കോൺഗ്രസ് പിന്നെ ഇന്ന് സമ്മേളന പരിപാടികളൊക്കെ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ അവസാനം കേൾക്കുന്ന ഒരു വാർത്ത, സമ്മേളനത്തിന്റെ പ്രതിനിധിയായി ബ്രിട്ടനിൽ നിന്ന് വന്ന രാജേഷ് കൃഷ്ണ എന്ന പത്തനംതിട്ട സ്വദേശിയെ MA ബേബി അടക്കമുള്ള പാർട്ടിയിലെ CC മെമ്പർമാർ സമ്മേളനത്തിൽ പങ്കെടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചയച്ചിരിക്കുന്നു. അപ്പൊ സാർ, ഇത് ഇത് ഇപ്പോ നമ്മുടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ പോക്കെന്ന് പറയുന്നത്, അവര് എത്ര തന്നെ പ്രത്യശാസ്ത്ര ചർച്ചകൾ നടത്തിയിട്ടും എത്ര തന്നെ പാർട്ടിയെ കുളിപ്പിച്ച് നന്നാക്കാൻ ശ്രമിക്കുമ്പോഴും ഇതാണ് കേരളത്തിലെ പാർട്ടി എന്ന് ഒന്നുകൂടെ വ്യക്തമാവുകയല്ലേ? അത് സാറിന് മനസ്സിലായല്ലോ. ഈ രാജേഷ് കൃഷ്ണ എന്ന വ്യവസായി, അദ്ദേഹം ഒരു ശരിക്കും ഒന്ന് പറയോ സാർ, എന്താണ് സാർ ഈ ഇതിന്റെ ഒരു ചുരുക്കെഴുത്ത് ഒന്ന് പറയൂ. അതായത് സാധാരണ CPM-ന്റെ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ കേൾക്കുന്നത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നു എന്നാണ്. എന്റെയൊക്കെ ചെറുപ്പത്തിൽ സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ള പ്രതിനിധി വന്നു, പോളണ്ടിൽ നിന്നുള്ള പ്രതിനിധി വന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ലോകത്ത് ചൈന, കൊറിയ, ക്യൂബ, ലാവോസ് എന്ന 4 രാജ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണമുള്ള രാജ്യങ്ങളാണ്. അപ്പോ ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നൊന്നും ഒരു പ്രതിനിധിയും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ആഗോള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ അധികാരമുള്ള രാജ്യങ്ങളൊന്നും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് അത്. എന്നാൽ അതോടൊപ്പമാണ് രാജേഷ് കൃഷ്ണ ബ്രിട്ടനിൽ നിന്ന് വന്നു. അദ്ദേഹം പത്തനംതിട്ട സ്വദേശിയാണ്. മാത്രമല്ല, ഇദ്ദേഹം പാർട്ടിയിൽ എന്ത് സേവനമാണ് ചെയ്യുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രിട്ടനിലെ പ്രവർത്തനങ്ങളെ ഏകോപനം ചെയ്യുന്ന ചുമതലയാണ് എന്ന് പറയപ്പെടുന്നു. ഏഷ്യാനെറ്റ് ന്യൂസിലും മറ്റും കേട്ടത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി വിദേശത്തെത്തുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ താമസം, അവരുടെ പ്രോഗ്രാം, അവരുടെ യാത്ര, ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന വ്യക്തിയാണെന്നും പറയുന്നു. പക്ഷെ ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തതായിട്ടോ, ബ്രിട്ടനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ ശക്തിപ്പെട്ടതായിട്ടോ, അല്ലെങ്കിൽ അദ്ദേഹം ഇലക്ഷൻ കാലത്ത്, നമ്മുടെ ഈ ഇലക്ഷൻ കാലത്തൊക്കെ കേരളത്തിൽ വന്ന് പ്രവർത്തിച്ചതായിട്ടോ ഒന്നും ഒരിടത്തും കാണുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ മുതലാളിത്ത രാജ്യങ്ങളിലേക്ക് കേരളത്തിലെ CPM-ന്റെ നേതാക്കന്മാര് ഇടവിട്ടിടവിട്ട് തീർത്ഥയാത്ര നടത്തുമ്പോൾ ഇവര് ഈ സംസ്ഥാനത്ത് നിന്ന് കട്ടും മോഷ്ടിച്ചും കൊള്ളയടിച്ചും കൊണ്ടുപോകുന്ന പണം മുതലാളിത്ത രാജ്യങ്ങളിലെ ക്യാപിറ്റലാക്കി അവിടെ ബിസിനസ്സോ മറ്റു കാര്യങ്ങളോ നടത്തുന്നു. അതിന്റെ ഇടനിലക്കാരനായി നിൽക്കുന്ന ഒരു വ്യക്തിയല്ലേ ഈ രാജേഷ് കൃഷ്ണ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതുപോലെ അമേരിക്കൻ പ്രതിനിധിയും വന്നിട്ട് കാണും, കാനഡിയൻ പ്രതിനിധിയും വന്നിട്ട് കാണും, ഫ്രാൻസിലും ഇറ്റലിയിൽ നിന്നും ഒക്കെയുള്ള പ്രതിനിധികളും വന്നിട്ടുണ്ടാവും. അവരൊക്കെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നും അറിയില്ല. എന്തു തന്നെയെങ്കിലും ഈ രാജേഷ് കൃഷ്ണയും അതേപോലെ പ്രതിനിധികളുടെയും വിദേശ ബന്ധവും വിദേശത്തെ പ്രവർത്തനവും അവർക്ക് കേരളത്തിന്റെ മന്ത്രിസഭയോടും പാർട്ടിയോടുമുള്ള ബന്ധവും ഒക്കെ അന്വേഷണ വിധേയമാക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ മാത്രമായിരിക്കും കേരളത്തിൽ നിന്നും കടത്തിക്കൊണ്ടുപോകുന്ന പണത്തിന്റെ യഥാർത്ഥ കണക്കുകളും വസ്തുതകളും പുറത്തു വരിക. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊക്കെ തകരുന്നതിന് മുമ്പ് ഓരോ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെയും ഭരണാധികാരികൾ മുതലാളിത്ത രാജ്യങ്ങളിൽ തങ്ങളുടെ ആസ്തികൾ കൊണ്ടുപോയി സ്വരുക്കൂട്ടി വെച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അതായത് സോവിയറ്റ് യൂണിയൻ തകരുന്നതിന് മുമ്പും തകർന്നു കഴിയുകയും അവിടുത്തെ നേതാക്കന്മാര് വലിയ സമ്പത്തുമായിട്ട് ബ്രിട്ടനിലേക്കും അമേരിക്കയിലേക്കും പോയിരുന്നു. ഇതുപോലെ മറ്റു പല യൂറോപ്യൻ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും തകരുമ്പോൾ ആ രാജ്യത്തെ കൊള്ളയടിച്ച പണം അത്രയും വിദേശത്ത് കൊണ്ടുപോയി അവരുടേതായ ബിസിനസ്സും സാമ്രാജ്യങ്ങളും സ്ഥാപിക്കുന്നു എന്നാണ് അന്ന് അറിയാൻ കഴിഞ്ഞത്. ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും ശേഷമായി കേരളത്തിലും നശിക്കാൻ പോകുന്ന ഈ പാർട്ടി അധികാരം വിട്ടൊഴിയുന്നതിന് മുൻപ് പരമാവധി പണം വിദേശ രാജ്യങ്ങളിൽ സമാഹരിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ആളായിരിക്കാം രാജേഷ് കൃഷ്ണ. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ സമ്മേളന നഗരിയിൽ നിന്നും ഇറക്കി വിട്ടത്? അപ്പോൾ ഇങ്ങനെ ഒരു ബന്ധം പുറത്തു വരികയും മാധ്യമങ്ങൾ അറിയുകയും കേന്ദ്ര ഗവൺമെന്റ് വല്ല ED-യെയും വിട്ട് അന്വേഷിപ്പിക്കുകയും ചെയ്താൽ ഇതിന്റെ പേരിൽ പാർട്ടിയും പാർട്ടി നേതൃത്വവും അകത്തു പോകും എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം തൽക്കാലം ഇയാളെ സുഖവാസ കേന്ദ്രത്തിലേക്ക് അയച്ചത്. അയാളെ ശിക്ഷിച്ചതോ പുറത്താക്കിയതോ ഒന്നും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പാർട്ടി വളരെ തന്ത്രപൂർവ്വം ഒഴിവാക്കി അയാളെ പുറത്തെവിടെയോ സുരക്ഷിതമായി പാർപ്പിച്ചിട്ട് കാണും. സമ്മേളനം കഴിയുമ്പോൾ അദ്ദേഹത്തെ അതീവ സുരക്ഷിതമായി തിരിച്ചയക്കുകയും ചെയ്യും. വലിയ യാത്രയപ്പൊക്കെ ഉണ്ടാകും. പത്രക്കാരൊന്നും കാണുകയല്ലേ ഉള്ളൂ.
എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല സാർ, ഇതിൽ നമ്മളിപ്പോ വാർത്തയിൽ കേട്ടറിഞ്ഞത് ശ്രീരാമകൃഷ്ണനും പിന്നെ പഴയ സ്പീക്കർ ശ്രീരാമകൃഷ്ണനും പിന്നെ പാർട്ടിയുടെ സെക്രട്ടറി ഗോവിന്ദനും ഇങ്ങനെ കേരളത്തിലെ CPM നേതാക്കളൊക്കെ തന്നെയും ബ്രിട്ടനിൽ ചെല്ലുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളാണ്. സാറ് പറഞ്ഞതുപോലെ അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായി നോക്കുന്ന ഒരാളാണ്. രണ്ട്, ഈ പറയുന്ന ഇദ്ദേഹം ഒരു സിനിമാ നിർമ്മാതാവ് കൂടിയാണ്. പിന്നെ CPM-ലെ പല പാർട്ടി നേതാക്കളുമായി ഇദ്ദേഹത്തിന് ഡയറക്റ്റ് ബന്ധമുണ്ട്. ഇദ്ദേഹത്തിനെതിരെ ഒരു സിനിമ തിരക്കഥാകൃത്താണോ അതെ സിനിമ പ്രൊഡ്യൂസറുടെയോ പിന്നെ ഭർത്താവ്, അതെ അങ്ങനെയുള്ള അലിഗേഷൻ വരെ ഇദ്ദേഹത്തിനെതിരെ ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ MA ബേബി അടങ്ങുന്ന സെൻട്രൽ കമ്മിറ്റിയിലെ CC-യിലെ മെമ്പർമാരാണ് ഇദ്ദേഹത്തിനെ പറഞ്ഞയച്ചതെന്ന് പറയുന്നു. സാർ ഇത്രയും നമ്മൾ കേട്ടതാണ്, സാർ പറഞ്ഞതാണ്. സാർ ഇതിൽ നമുക്ക് ഒന്ന് വായിച്ചെടുക്കാനുള്ളത് കേരളത്തിലെ CPM ഇപ്പോ ഈ പാർട്ടി കോൺഗ്രസിൽ അവരുണ്ടാക്കിയിരിക്കുന്ന നയരേഖ, അവർ പാർട്ടി കോൺഗ്രസിൽ പാർട്ടിയെ നന്നാക്കാനായി പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ കടിച്ചാൽ പൊട്ടാത്ത വാക്കും സാധാരണക്കാരന് മനസ്സിലാകാത്ത ഭാഷയിലും ഒക്കെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ആര് മടയന്മാരാക്കാനാണ് ഇങ്ങനെ ഇതൊക്കെ എഴുതുന്നത്? ഇങ്ങനെ ഒരു 4 ദിവസം 5 ദിവസം ഇങ്ങനെ ഒരു ആഘോഷം നടക്കുന്നതെന്നും ആര് ധരിപ്പിക്കാനാണ്? ഇതൊക്കെ ഇവിടെ നടക്കുള്ളൂ. ഇവരൊക്കെയാണ് ഇവരുടെ കൂട്ടുകാർ, കഴുത്തിൽ കൈയിട്ട് നടക്കുന്നവർ എന്ന് ജനത്തിന് അറിയാവുന്നതല്ലേ? സാറിന് എന്താ ഇത് കൂടെ ഒരല്പം കൂടെ സംസാരിച്ച് നമുക്ക് ഈ വിഷയം നിർത്താം. കാര്യം കറണ്ട് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇക്കാര്യം സാറിന്റെ അടുത്ത് അവതരിപ്പിച്ചെന്നേ ഉള്ളൂ. അതായത് ഈ പാർട്ടി സമ്മേളനം തമിഴ്നാട്ടിൽ വെച്ചു എന്ന് പറയുന്നതിൽ തന്നെ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോ DMK 2 MP-മാരെ ദാനം ചെയ്ത ഒരു സംസ്ഥാനമാണ്. സാമ്പത്തികമായും ആൾബലം കൊണ്ടും പരിപാടിക്ക് വേണ്ട കൊഴുപ്പ് കൂട്ടാൻ DMK-യുടെ സഹായമുള്ള ഒരു സംസ്ഥാനത്ത് വെച്ച് മാത്രമേ പാർട്ടി കോൺഗ്രസ് നടത്താൻ ഇന്ന് പാർട്ടിക്ക് സാധിക്കുകയുള്ളൂ. പശ്ചിമ ബംഗാളിലോ ത്രിപുരയിലോ UP-യിലോ ബീഹാറിലോ പഴയകാല ആന്ധ്രയിലോ തെലങ്കാനയിലോ ഒന്നും പാർട്ടിക്ക് കാലുകുത്താൻ പറ്റില്ല. കാരണം ഇന്നലെ പുറത്തു വന്നൊരു കണക്കനുസരിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ എല്ലാം തന്നെ 0.5%-നും 1%-നും താഴെ വോട്ട് മാത്രമാണ് CPM-നുള്ളത്. എന്ന് പറഞ്ഞാൽ കോടി കെട്ടാൻ പോലും ആളില്ല. അപ്പോൾ DMK-യാണ് കഴിഞ്ഞ തവണ 25 കോടി രൂപ CPM-ന് കൊടുക്കുകയും 2 MP-മാരെ ദാനം ചെയ്യുകയും ചെയ്തത്. ഇവർ തമ്മിലുള്ള കൂട്ടുകച്ചവടത്തിന്റെ ഇടപാടുകളൊക്കെ പുറത്തു വരുമ്പോഴേ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും DMK-ക്ക് CPM-നെ വേണം, CPM-ന് DMK-യും വേണം. ആ രീതിയിലുള്ള ഒരു കൂട്ടുകെട്ടിന്റെ ഫലമായിട്ടാണ് ഇത് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി വെക്കാം എന്ന് കരുതിയത്. എന്തു തന്നെയാണെങ്കിലും പാർട്ടി അംഗത്തോട് അടുക്കുകയാണ്. അതായത് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവും ബഹുജന അടിത്തറയും ജനങ്ങളുമായിട്ടുള്ള ബന്ധവും ഒക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന് കുറ്റസമ്മതം പാർട്ടി തന്നെ നടത്തുന്നുണ്ട്. ഹിന്ദുക്കൾക്കിടയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ശ്രമം പരാജയപ്പെടുന്നുവെന്നും BJP ശക്തിപ്പെട്ടു വരുന്നു എന്നും പാർട്ടി തന്നെ കുറ്റസമ്മതം നടത്തുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പാർലമെന്ററി വ്യാമോഹത്തിന്റെ പിടിയിൽപ്പെട്ട് ഉഴലുന്ന ഒരവസ്ഥയിലേക്ക് കമ്മ്യൂണിസം എത്തിയിരിക്കുന്നു എന്ന് കുമ്പസാരം നടത്തുന്നുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ പരാജയപ്പെട്ടു, ഇത് എന്റെ പിഴ, എന്റെ വലിയ പിഴ എന്നുള്ള നിലയിലുള്ള കുറ്റസമ്മതവും നിലവിളിയുമാണ് ഇത്തവണ പാർട്ടി കോൺഗ്രസിൽ നിന്ന് ഉയർന്നു കേൾക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ പാർട്ടി കോൺഗ്രസിനോടുകൂടി പാർട്ടിയും കോൺഗ്രസും ഒന്നായി ചേരുകയും അവസാനം രണ്ടും ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു ഭാവിയാണ് എനിക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത്.